എൻ്റെ പ്രത്യാശയായ ക്രിസ്തു ഉയിർത്തെഴുന്നേറ്റു. സ്നേഹം വെറുപ്പിനും വെളിച്ചം ഇരുട്ടിനും സത്യം അസത്യത്തിനും മീതെ വിജയിച്ചിരിക്കുന്നു. ക്ഷമ പ്രതികാരത്തിന്മേൽ വിജയിച്ചിരിക്കുന്നു. ഓശാന ഞായറാഴ്ചയുടെ ആരവങ്ങളും ദുഃഖവെള്ളിയുടെ ആക്രോശങ്ങളും ഓർമ്മപ്പെടുത്തിയ വിശുദ്ധ വാരത്തിൽ പ്രതീക്ഷയുടെ ഈസ്റ്റർ ദിനത്തിൽ കേട്ട സന്ദേശം. ഈസ്റ്റർ ഞായർ സന്തോഷത്തോടെയും സമാധാനത്തോടെയും കടന്നുപോയപ്പോൾ തിങ്കൾ നാം കേട്ടത് ദുഃഖിപ്പിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തയായിരുന്നു. 2025 ഏപ്രിൽ 21 തിങ്കളാഴ്ച ലോകരാഷ്ട്രങ്ങളെ രാഷ്ട്രീയ ജാതി മത വ്യത്യാസമില്ലാതെ ലോകത്തെ ഒന്നടങ്കം ദുഃഖത്തിലാഴ്ത്തിയ ദിനം. 2 മാസത്തോളം ന്യൂമോണിയയുടെയും ശ്വാസകോശ സംബന്ധമായ രോഗത്തിൻ്റെയും പിടിയിലകപ്പെട്ട് ജീവൻ്റെയും മരണത്തിൻ്റെയും ഇടയിലൂടെ മാർപ്പാപ്പ കടന്നുപോവുകയായിരുന്നു. ഈ രോഗാവസ്ഥയെ തരണം ചെയ്യുകയും ഈസ്റ്റർ ദിനത്തിൽ ലോക ജനതയ്ക്കായി സന്ദേശം നൽകുകയും ചെയ്തിരുന്നു. നീതിമാനായ നല്ല ഇടയനായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. ഈ വലിയ ഇടയൻ്റെ വാക്കുകളും പ്രവൃത്തികളും എന്നും നമ്മുടെ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കട്ടെ. അധികാരങ്ങളെയോ പദവികളെയോ ഭയപ്പെടാതെ തൻ്റെ പ്രവാചക ദൗത്യം സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും പക്ഷത്ത് നിന്നുകൊണ്ട് നിറവേറ്റിയ ആ ശബ്ദം 88-ാം വയസ്സിൽ നിലച്ചു. ഈ തീരാ നഷ്ടത്തിൻ്റെ മുമ്പിൽ എൻ്റെ കണ്ണീർ പ്രണാമം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിതയാത്രയിലൂടെ നിങ്ങളെ ഞാൻ സ്നേഹപൂർവ്വം കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. റെയിൽവേ ജീവനക്കാരനായിരുന്ന മാരിയോ ജോസ് ബെർഗോളിയോയുടെയും വീട്ടമ്മയായിരുന്ന റെജീന സിവോറിയയുടെയും മകനായി ജോർജ് മാരിയോ ബെർഗോളിയോ 1936 ഡിസംബർ 17 ജനിച്ചു. ആൽബർട്ടോ, ഓസ്കർ, മർത്ത റെജീന, മരിയ എലേന എന്നിവരാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സഹോദരങ്ങൾ. 1949 ബ്യൂനസ് ഐറീസിലെ റാമോസ് മെജിയ സലേഷ്യൻ കോളേജിൽ പഠനം ആരംഭിച്ചു. വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തെ ഗുരുതരമായ രോഗം ബാധിച്ചിരുന്നു. 1957 ശ്വാസകോശ രോഗത്താൽ ശ്വാസകോശത്തിൻ്റെ ഒരു ഭാഗം നീക്കം ചെയ്തു. 1958 മാർച്ച് 11 ഈശോ സഭയിൽ വൈദിക വിദ്യാർത്ഥിയായി. 1958-63 ചിലിയിലെ സാന്തിയാഗോ പാദ്രെ ഹുർത്താദോയിൽ ഹ്യൂമാനിറ്റീസ് പഠനം നടത്തി. തുടർന്ന് 1963 ബ്യൂനസ് ഐറീസിലെ സാൻ മിഗുവേൽ സെമിനാരിയിൽ ഫിലോസഫി പഠനം പൂർത്തിയാക്കി. അതിനുശേഷം 1964-65 അർജന്റീനയിലെ സാന്തോ ഫോജെസ്യൂട്ട് സെക്കൻഡറി സ്കൂളിൽ അധ്യാപകനായി ജോലി ചെയ്തു. 1966 ബ്യൂനസ് ഐറീസിലെ കൊളജിയോ ഡെൽസാൽവദോർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകനായി. വീണ്ടും തുടർന്ന് 1967-70 സാൻ മിഗുവേൽ സെമിനാരിയിൽ ദൈവശാസ്ത്ര പഠനം നടത്തി. 1969 ഡിസംബർ 13 വൈദിക പട്ടം സ്വീകരിച്ചു. തുടർന്നും ജോർജിയോ 1970-71 സ്പെയിനിലെ എൽക്കല ഡി ഹെനാറസ് സർവകലാശാലയിൽ പഠനത്തിനായി ചേർന്നു. 1973 ജൂലൈ 31 ഈശോ സഭയിൽ അർജന്റീന യുറഗ്വായ് പ്രൊവിഡൻഷ്യൽ സുപ്പീരിയറായി സ്ഥാനമേറ്റു. 1980-86 കൊളേജിയോ മാക്സിമോ സെമിനാരിയിൽ റെക്ടറായി സേവനമനുഷ്ഠിച്ചു. 1986 ജർമ്മനിയിലേക്ക് ഡോക്ടറൽ പഠനം പൂർത്തിയാക്കുവാനായി പോയി. 1992 മെയ് 20 ബ്യൂനസ് ഐറീസ് സഹായ മെത്രാനായി സ്ഥാനമേറ്റു. 1992 മുതൽ 97 വരെ ആ പദവിയിൽ തുടർന്നു. 1997 ജൂൺ 3 ബ്യൂനസ് ഐറീസ് കോഡ്ജ്യൂറ്റർ ആർച്ച് ബിഷപ്പായി. 1998 ഫെബ്രുവരി 28 ബ്യൂനസ് ഐറീസ് ആർച്ച് ബിഷപ്പായി സ്ഥാനമേറ്റു. 2001 ഫെബ്രുവരി 21 കർദിനാൾ പദവി അലങ്കരിച്ചു. 2005 മുതൽ 2011 വരെ അർജന്റീന കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് അധ്യക്ഷനായിരിക്കുകയും 2013 മാർച്ച് 13 കത്തോലിക്ക സഭയുടെ 266-ാമത്തെ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. 2013 മാർച്ച് 19 ഫ്രാൻസിസ് മാർപ്പാപ്പ സ്ഥാനാരോഹണം ചെയ്തു.
ദീർഘനാളത്തെ പ്രവാചക ജീവിതത്തിനൊടുവിൽ ഏപ്രിൽ 21 രാവിലെ 7:30 ഫ്രാൻസിസ് മാർപ്പാപ്പ ദൈവസന്നിധിയിലേക്ക് തിരികെ പോയി. മാർപ്പാപ്പയുടെ ഔദ്യോഗിക വസതി മുദ്രവയ്ക്കുകയും മുദ്രാമോതിരം നശിപ്പിക്കുകയും ചെയ്തു. ഏപ്രിൽ 26 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 മാർപ്പാപ്പയുടെ ആഗ്രഹം പോലെ തന്നെ വത്തിക്കാനിലെ സെന്റ് മേരി മേജർ ബസിലിക്കയിൽ ഖബറടക്കം നടക്കും. ജീവിതത്തിലും മരണത്തിൻ്റെ മണിക്കൂറുകൾക്ക് മുമ്പും ലോക സമാധാനത്തിനായി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത വലിയ ഇടയന് പ്രാർത്ഥന പൂച്ചെണ്ടുകൾ അർപ്പിക്കുന്നു.